ആയില്യം നാളുകാർക്ക് 2024 പൊതുവെ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഗുണങ്ങളും ചെറിയ ദോഷങ്ങളുമൊക്കെ ഇടകലർന്നുള്ള ഒരു കാലഘട്ടമാണ് കാണുന്നത്. ജീവിതത്തിൽ വളരെ കാലമായി ചിന്തിക്കുന്ന പല ലക്ഷ്യങ്ങളും നേടിയെടുക്കാൻ നിങ്ങൾക്ക് അവസരമുണ്ടാകുന്നതാണ്. പുതിയ ജോലിയിൽ പ്രവേശിക്കുവാനായിട്ട് ശ്രമിക്കുന്നവർക്ക് അപ്രതീക്ഷിതമായി പല തടസ്സങ്ങളും ഉണ്ടാകാം. എങ്കിലും ആ ശ്രമം തുടരുക. ഈ വർഷം അധികം വൈകാതെ തന്നെ ആഗ്രഹിക്കുന്ന രീതിയിൽ നല്ല ജോലിയിൽ പ്രവേശിക്കുവാൻ നിങ്ങൾക്ക് അവസരമുണ്ടാകും. കുട്ടികൾക്ക് പഠനകാര്യങ്ങളിൽ നല്ല പുരോഗതി കൈവരിക്കാനായിട്ട് സാധിക്കും. ജീവിതത്തിൽ നല്ല ഉയരങ്ങളിലേക്ക് എത്തിച്ചേരാൻ അതുവഴി അവസരമുണ്ടാവുകയും ചെയ്യുന്നതാണ്. വിദേശ രാജ്യങ്ങളിൽ ജോലിക്ക് പോകാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അതിനും അവസരമുണ്ടാകും. ഒരല്പം വൈകിട്ടാണെങ്കിലും നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നത് പോലെ നല്ല ജോലിയിൽ പ്രവേശിക്കുവാൻ അവസരം ലഭിക്കും. അന്യദേശങ്ങളിലും മറ്റും IT മേഖലയിലോ ബിസിനസ് മേഖലയിലോ ഒക്കെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് നല്ല പുരോഗതി പ്രതീക്ഷിക്കാവുന്നതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ജോലിയിൽ സ്ഥാനക്കയറ്റം ലഭിക്കാനിടയുണ്ട്. അതിലൂടെ കൂടുതൽ വരുമാനം കൈവരിക്കാൻ അവസരമുണ്ടാകും. നിങ്ങൾക്ക് കൂടുതൽ മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ അവിടെ ഉണ്ടാകുന്നതാണ്. വരുമാന വർധനവ്, മറ്റ് താമസ സൗകര്യങ്ങൾ, എല്ലാ രീതിയിലും നിങ്ങൾക്ക് കൂടുതൽ നല്ല സാഹചര്യങ്ങളിലേക്ക് എത്താനുള്ള അവസരം വന്നു ചേരുകയും ചെയ്യും. ഗൃഹനിർമ്മാണം നടത്തുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അധികം വൈകാതെ അത് സാധിക്കുന്നതാണ്. നിങ്ങളുടെ കുടുംബത്തിൽ പൊതുവെ സന്തോഷവും സ്വസ്ഥതയും നിലനിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. സാമ്പത്തികമായിട്ട് വളരെയധികം നേട്ടങ്ങൾ ഉണ്ടായേക്കാം. ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ ഉണ്ടായിരിക്കേണ്ടതാണ്. പുതിയ വസ്തുവാഹനാദികൾ വാങ്ങുവാനുള്ള അവസരം ലഭിക്കും. സന്താനങ്ങളുടെ ഉയർച്ചയിലും പുരോഗതിയിലും സന്തോഷിക്കുവാൻ അവസരമുണ്ടാകുന്നതാണ്. ജീവിതത്തിൽ നിർണായകമായിട്ടുള്ള പല വഴിത്തിരിവുകളും ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു വർഷത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതിനാൽ എല്ലാ കാര്യങ്ങളിലും വളരെ ഭംഗിയായി ചിന്തിച്ച് തന്നെ മുമ്പോട്ട് പോകുന്നത് വളരെയധികം നന്നായിരിക്കും. സമഗ്രമായ രാശി ചിന്തയിലൂടെ വ്യക്തിപരവും സൂക്ഷ്മവുമായ കാര്യങ്ങൾ അറിഞ്ഞ് മുമ്പോട്ട് പോവുക. നമ്മൾ വാർഷിക ഫലങ്ങൾ, പ്രധാനപ്പെട്ട വിഷുഫലം, പുതുവത്സര ഫലങ്ങൾ, ഇങ്ങനെയുള്ള ജ്യോതിഷ ഫലങ്ങൾ നിരൂപണം ചെയ്യുമ്പോൾ ദീർഘകാലം ഒരു രാശിയിൽ തുടരുന്ന വ്യാഴം, ശനി തുടങ്ങിയ ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ചാണ് കൂടുതലും നിർണയങ്ങൾ എടുക്കുക. ശനിയും വ്യാഴവും രാഹു കേതുക്കളുമാണ് ഗ്രഹങ്ങളിൽ ഏറ്റവും കൂടുതൽ കാലം ഒരു രാശിയിൽ നിൽക്കുന്നത്. ശനി ശരാശരി 2.5 വർഷക്കാലവും വ്യാഴം ശരാശരി 1 വർഷക്കാലവും രാഹുകേതുക്കൾ ശരാശരി 1.5 വർഷക്കാലവും ഒരു രാശിയിൽ തുടരുന്നതാണ്. വർഷം ആരംഭിക്കുമ്പോൾ വ്യാഴം മേടം രാശിയിൽ രാഹുവുമായിട്ട് യോഗം ചെയ്ത് സ്ഥിതി ചെയ്യുന്ന അവസ്ഥയായിരുന്നു. ഈ 1199 ആരംഭകാലത്ത് ഒക്ടോബർ 30 രാഹു മേടൻ രാശിയിൽ നിന്നും മീനം രാശിയിലേക്ക് പ്രവേശിക്കുന്നതാണ്. അപ്പോൾ ജനുവരിയുടെ ആരംഭത്തിൽ മേടം രാശിയിൽ വ്യാഴവും മീനം രാശിയിൽ രാഹു, കുംഭരാശിയിൽ ശനി, കന്നി രാശിയിൽ കേതു
ഇതാണ് ഗ്രഹസ്ഥിതി.